പല തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. ഇന്ന് നേരം പോലത്തെ ഇതുവരെ നിങ്ങൾ എല്ലാരും പാടഞ്ച പച്ചർച്ചിന്നു ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോണ്ട്. നിങ്ങൾ എന്തായാലും ഫെവിക്കൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂള് ഒട്ടിച്ചുകാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചിക്കാണ് അത് തൊയഞ്ഞെടുത്തു. ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തിയെ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ. അത് അതേമാതിരി നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്ന് കാണിച്ചു ചെയ്തിട്ടുണ്ട്. ഇപ്പോഴതാക്കണം ആ ലൈവാണ്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ നില 10, 20, 30 ടിക്കറ്റ് എടുത്ത അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. 100 കണക്കിന് ജനങ്ങൾ അവിടെ ഓല മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി. പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ലായിരുന്നു. ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക രണ്ടാമതാക്കി. പിന്നെ ഇങ്ങനെ കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ്. ഞാൻ ശരിക്കും നോക്കുമ്പോ അതിന്റെ അടി ആ ഗ്ലാസ്മക്ക് വരെ വെച്ച് തട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത്. അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണ എടുക്കാനല്ലേ ഞാൻ നോക്കുള്ളൂ. അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി, ആൾക്കാരെ പറ്റിച്ചോനായി. ഇത്രയും ആൾക്ക് സാധനം കിട്ടിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു. ഞാൻ മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു. അപ്പൊ ഓര് പറഞ്ഞു ഞങ്ങൾ തിരക്കാണ്. പിന്നെ ഒരുത്തൻ ബാംഗ്ലൂരാണ്, ഒരുത്തൻ ലോഡ് വണ്ടിയായിട്ട് പോയിക്കണത്. ഈ നട്ടപ്പാതിരാക്ക് ഇപ്പൊ നിങ്ങളെ മുന്നിക്ക് വരുന്നുണ്ട്. ഇതാക്കണ് ഈ ലോഡ് വണ്ടി വയനാട് ഭാഗത്താണ് നിർത്തിയിട്ടിരിക്കുന്നത്. നാസറാക്കാനോട് നാസറാക്ക എന്തായാലും വളച്ച് നാട്ടുകാരെ മുമ്പിൽ ഇയാളെ കാണിച്ചു കൊടുക്കണം. ഈ ലോഡ് വണ്ടി ഉണ്ടല്ലേ. അപ്പൊ ഓര് പറഞ്ഞത് ഞങ്ങൾക്ക് 2 ദിവസം കച്ചാതെ വരാൻ പറ്റൂലെന്ന്. അപ്പൊ ഇഞ്ച ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്ട് നിങ്ങളെവിടെ ഉള്ളത് ഞാൻ അങ്ങോട്ട് വരാറുന്നു. അങ്ങനെ വന്നിക്കാണ് ഓരോ പിന്നെ കാണാൻ വേണ്ടിയാണ്ട് ഓല് ഇവിടെ ഉണ്ട്. ഓലിമ്പാടെ വിളിച്ചുകൊണ്ട് ഇതാണ് ടിക്കറ്റ് കിട്ടിയ ആളെന്നില്ല നിങ്ങളെ മുന്നിൽ കണ്ട് കാണിച്ചില്ല. ഓർക്ക് പറയല്ലോ പാടങ്ങളെ കേൾക്കുക. പിന്നെ വണ്ടിയിൽ ഇതാക്കണ് നാസർക്കുണ്ട്. അത് തിരിച്ചെടുത്ത നാസർക്കുണ്ട്. നാസർക്കാക്കാന്റെ ഒരു അയൽവാസി ഉണ്ട്. കാരണം എത്ര ആ നാട്ടിലത്തെ എത്ര ആളുണ്ടായിരുന്നു അവിടെ? 100 കണക്കിന് ആളുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത ആള് നിങ്ങൾ ടിക്കറ്റ് എടുത്തുക്കണോ? 20 ടിക്കറ്റ് എടുത്തിരുന്നത് രാവിലെ. ഒരു ബുക്ക് മൊത്തം ടിക്കറ്റ് എടുത്തുകാണ്ടാണ് നിൽക്കുന്നത്. പിന്നെ ഒരാളെ പറ്റിച്ചാണ്ടും ഇതുവരെ ഒന്നും ആവണ്ടല്ല. ഞാനും എന്റെ മക്കളോ തിന്നൂല. ഏതായാലും നറുക്ക് കിട്ടിയ ആളുണ്ടല്ലോ, ഫസ്റ്റ് നറുക്ക് കിട്ടിയ ആള്, അയാള് നമ്മളെ മുമ്പിലുണ്ട്. ഞാൻ ഇപ്പൊ വിളിച്ച നല്ല മഴ, പുറത്തുനിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും കജൂല. അവിടെ പിന്നെ വണ്ടി സാധനം ഇറക്കിക്കൊണ്ടിരിക്കാണ്. ഓലെ തൽക്കാലം വണ്ടിന്റെ ഉള്ളിൽ കണ്ട് ക്ഷണിച്ചിക്കാണ്. എന്താ വേണ്ട വെച്ചാൽ ഞാൻ ഓലോട് ചോദിച്ചു നോക്കട്ടെ. ഹലോ ഹലോ, എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. ടിക്കറ്റ് ഇങ്ങനെയുള്ള കിട്ടിയിരുന്നത്. അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. നിങ്ങൾ മാത്രം എടുത്ത്? ഇല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് തന്നെ. അല്ല അപ്പൊ എന്താ നിങ്ങളെ പരിപാടി എന്താ? നമ്മള് ഇന്റർലോക്കിന്റെ സ്റ്റോണ്ടൊക്കെ വർക്കാണ്. കല്ലിന്റെ പിന്നെ ഈ നിലത്ത് വിരിച്ച പരിപാടി. ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ ഒരു ഭാഗ്യവാനാണ്. ഞാൻ ഒറ്റക്കല്ല, കൂട്ടുകാരും കൂടി ഉണ്ട്. ഒരു എത്ര ആളുണ്ട്? ഞങ്ങള് 2-3 ആൾക്കാരുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ നാസർക്കാ എന്താണ് ഇങ്ങനെ അന്തം മുട്ടാണ്ട് നിക്കണ്? ഹാപ്പി അല്ലേ? പിന്നെ ചെറിയ ടെൻഷൻ എന്താ ചെയ്യാ. അതൊക്കെ സാഫിക്ക് വിളിച്ചേരം പറഞ്ഞ് വരാൻ പറ്റുന്നില്ല, മഴയും കാറ്റും പണിയുണ്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുഞ്ഞാനിക്ക് അർജന്റ് പോണല്ലോ, നാട്ടിൽ പോണല്ലോ. ഇച്ച് ഇനി അവിടെ നിക്കാൻ പറ്റൂലേ? പറഞ്ഞു ഏതായാലും ഞാനും വരാം, നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡയറക്റ്റ് വന്നതാ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി എത്ര ടിക്കറ്റ് പെയ്ക്കണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇത് കുറിച്ചാളാ. പിന്നെ 8000 എത്രയാണ്? 8379 ടിക്കറ്റ്. 8379 ടിക്കറ്റാണ് പെയ്ക്കണത്. പിന്നെ ഇവരെ നാട്ടുകാർ പറഞ്ഞു നിങ്ങൾ നീട്ടി കുറച്ച് ദിവസം. ഈ ടിക്കറ്റ് എടുത്ത കംപ്ലീറ്റ് ആൾക്കാർ പറഞ്ഞ എന്താണ് നീട്ടാന്. പക്ഷെ എന്താ അറിയോ, സോഷ്യൽ മീഡിയ കാരണം പേടി കാരണം പിന്നെ നാസർക്ക് പറഞ്ഞു ഇനി നീട്ടല് കാര്യങ്ങളൊന്നുമില്ല. ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ്. ആ ഡേറ്റിന് തന്നെ ടിക്കറ്റ് എടുക്കുന്നു പറഞ്ഞുകൊണ്ട് എന്തായാലും ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഇത് നിങ്ങളെ അടിക്ക് കാണിച്ചാലല്ല ഇതെന്താ അറിയോ, ഇനിച്ച് പൊങ്കാല കേൾക്കാൻ ബെജ്ജ. ഇത് നിങ്ങളെ മുന്നിൽ കണ്ട് കാണിച്ചെന്ന എന്റെ ഭാഗം ക്ലിയർ ആയി. അത്രേ ഉള്ളൂ. പിന്നെ ഒരു സംഗതി കാണുമ്പോൾ അതും ഇതും പറയണ്ട. ഞാൻ ഏറ്റവും അടിയെന്നാണ് എടുത്തത്. പിന്നെ 2ാം സമ്മാനം നാസർക്കാരനെ കൊണ്ട് എടുപ്പിച്ചു. പിന്നെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്തത്. ഇച്ചതിനൊന്നും ഒരു പൂതിയില്ല ചങ്ങായിമാരെ. എന്തായാലും പിന്നെ ഇതിന് നിങ്ങൾ കുറെ വേണ്ടാത്ത കമന്റ് ചെയ്തും അത് നമുക്ക് സ്വാഭാവികമാണ്. നാസർക്ക് ഇപ്പം എന്താ വെച്ചാൽ നിലവിൽ വരാനുള്ള ഒരു സമയമല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി വർക്ക് കാര്യങ്ങളൊക്കെ നല്ല പെൻഡിങ് ആയി കിടക്കാം. ഇപ്പോൾ എടുത്ത വീട് തന്നെ തീർന്നിട്ടില്ല, 30 പേരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിലത്തേക്കുള്ള സമയമല്ല, അവർക്കുള്ള ഒല്ലാത്ത പരിപാടിയാണ്, പെരും പരിപാടി. അപ്പോൾ എന്താ വെച്ചാൽ ഇൻഷാ അല്ലാഹ് പരിപാടി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും മഴയാണ്, നമ്മൾ എന്തായാലും കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു മാസത്തോളം എന്തായാലും സ്റ്റോപ്പ് ചെയ്യേണ്ടി പോക്കാണെങ്കിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. ഏത് സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചോ, ആയിക്കോട്ടെ വിളിച്ചിട്ട് വന്നോട്ട്. ഞാൻ എല്ലാ വിഷയത്തിലും ഞാൻ റെഡി ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഏത് സമയത്ത് വന്നേ. ആയിക്കോട്ടെ.